ഗുഡ് മോർണിംഗ്. അക്കൗണ്ടൻസിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ പഠിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഓക്കെ. നമ്മൾക്കറിയാം, ഓരോ ബിസിനസ് സ്ഥാപനവും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാറുണ്ട്. തങ്ങളുടെ ക്യാഷ് അവിടെ നിക്ഷേപിക്കാറുണ്ട്. ആ ക്യാഷ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ക്യാഷ് പേയ്മെൻറ്റുകളൊക്കെ നടത്താറുണ്ട്, ചെക്കുകളൊക്കെ ഉപയോഗിച്ച്. ശരിയല്ലേ? ഓക്കെ. ഇങ്ങനെ ബാങ്കിൽ നിക്ഷേപിച്ച തുകയുടെ കണക്ക് അവർ സൂക്ഷിക്കാറുണ്ട് അല്ലേ? കണക്കെഴുതാറുണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആ കണക്കിന് നമ്മൾ ക്യാഷ് ബുക്ക് എന്നാണ് പറയാം. ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ ബാങ്കിൽ എത്ര തുക നിക്ഷേപിച്ചു, അതിൽ നിന്ന് എത്ര പിൻവലിച്ചു, എത്ര ചെക്ക് കൊടുത്തു എന്നൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന കണക്കിനെ നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നു. ആ ക്യാഷ് ബുക്ക് നോക്കിയാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ശരിയല്ലേ? ഓക്കെ. പക്ഷേ ഇതേ കണക്ക് ബാങ്കും സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? ബാങ്കിനും അറിയണം എത്ര രൂപ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, എത്ര രൂപ അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് ബാങ്കിനും അറിയണം അല്ലേ? ബാങ്കും അതിൻ്റെ കണക്ക് സൂക്ഷിക്കാറുണ്ട്. നമ്മൾ ആ കണക്കിനെ പറയുന്നത് പാസ്ബുക്ക് എന്നാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ഇടപാടുകൾ ഉണ്ടാകുന്ന സമയത്ത് പാസ്ബുക്ക് പ്രായോഗികമല്ല. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണക്കുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അതിനെ പാസ്ബുക്ക് എന്ന് പറയും. പാസ്ബുക്ക് ഓർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരേ കണക്ക് നമ്മൾ ക്യാഷ് ബുക്കിലും എഴുതുന്നു, ബാങ്ക് അത് പാസ്ബുക്കിലും എഴുതി വെക്കും. ഓക്കെ. ഇനി ഒരേ കണക്കാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ രണ്ടിലും ഒരേ ബാലൻസ് തന്നെയാണ് കാണിക്കേണ്ടത്. എന്താ ബാലൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ എത്ര തുക അക്കൗണ്ടിലുണ്ട് എന്നതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ 50,000 രൂപ ബാലൻസാണ്, പാസ്ബുക്കിലും 50,000 രൂപ തന്നെ ബാലൻസ് എങ്കിൽ ഇത് തമ്മിൽ തുല്യമാണ്, പ്രശ്നമൊന്നുമില്ല അല്ലേ? ചില സാഹചര്യങ്ങളിൽ ഈ രണ്ട് ബാലൻസും തമ്മിൽ വ്യത്യാസം കാണിക്കാം. അതായത് പാസ്ബുക്കിൽ 50,000 രൂപയാണ് കാണിക്കുന്നത്, ക്യാഷ് ബുക്കിൽ 40,000 രൂപയാണെന്ന് കരുതുക. ദാറ്റ് മീൻസ് ഈ രണ്ട് കണക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ആ വ്യത്യാസങ്ങൾക്കുള്ള കാരണം കണ്ടെത്തി ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. എന്താ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്? ഈ രണ്ട് ബാലൻസും നമ്മൾ തുല്യമാക്കണം. അങ്ങനെ തുല്യമാക്കാനായിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. സോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു റീകൺസൈൽ. റീകൺസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാലി, തുല്യമാക്കുക എന്നാണ്. എന്താണ് ഇവിടെ തുല്യമാക്കുന്നത്? ദ ബാലൻസ് ഷോൺ ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ഷോൺ ഇൻ ദ പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് പ്രകാരം കാണിക്കുന്ന ബാലൻസും ബാക്കി തുകയും, അതുപോലെ തന്നെ പാസ്ബുക്ക് പ്രകാരം കാണിക്കുന്ന ബാക്കി തുകയും തമ്മിൽ തുല്യമാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാരാ തയ്യാറാക്കുക? കസ്റ്റമറാണ് അല്ലേ? ബാങ്കിൻ്റെ കസ്റ്റമർ. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തികളാണ് എന്ത് തയ്യാറാക്കുക? ബാങ്ക് റീകൺസിലിയേഷൻ തയ്യാറാക്കുക. ഓക്കെ. അതെപ്പോഴാണ് തയ്യാറാക്കുക? ഈ രണ്ട് ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലേ? സോ വെനെവർ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ബാലൻസസ്. ദീസ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ വ്യത്യാസത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. റീസൺ ഫോർ ദ ഡിഫറൻസ് ഈസ് ഐഡൻറ്റിഫൈഡ്. ഈ കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വ്യത്യാസമുണ്ടായത് എന്ന്
ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? BRS, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും ഏത് സാഹചര്യത്തിലാണത് തയ്യാറാക്കുന്നതെന്നും ആരാണത് തയ്യാറാക്കുന്നതും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ആരാ തയ്യാറാക്കുക? ബാങ്കിൻ്റെ കസ്റ്റമറായിട്ടുള്ള നമ്മൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വ്യത്യാസമുണ്ടാവുക എന്നുള്ളതാണ്. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അത് റീസൺസ് മനസ്സിലാക്കേണ്ടത് ആദ്യം ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും എങ്ങനെയാണ് ബാധിക്കുക എന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ, ഫൈൻ. നമ്മളത് മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾ 8 കാരണങ്ങൾ പഠിക്കുന്നുണ്ട്. അതിലാദ്യത്തെ കാരണമാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് നൽകുക അല്ലേ? ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചെക്ക് എഴുതി കൊടുക്കാറുണ്ട്. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ ചെക്ക് എഴുതി നൽകുന്നതിനെയാണ് ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർക്ക് ചെക്ക് നൽകാറുണ്ട്. ഇത് എങ്ങനെയാണ് വ്യത്യാസമായിട്ട് വരുന്നത്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് നമ്മൾ നൽകി, പക്ഷേ ചെക്ക് കിട്ടിയ ആൾ അത് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് മേടിച്ചിട്ടില്ല, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ആദ്യം വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു സാഹചര്യമായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതെങ്ങനെയാണ് ഈ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസിനെയും പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസിനെയും അഫക്റ്റ് ചെയ്യുക? അതൊന്ന് മനസ്സിലാക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ എൻട്രിയും അത് ക്യാഷ് ബുക്ക് ആയാലും പാസ്ബുക്ക് ആയാലും 2 രൂപത്തിലാണ് ഒരു അക്കൗണ്ടിനെ ബാധിക്കുകയുള്ളൂ അല്ലേ? എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ഒന്നുകിൽ ആ അക്കൗണ്ടിലെ ബാലൻസിനെ കൂട്ടും, അല്ലെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ കുറക്കും, അത്രയേ ഉള്ളൂ അല്ലേ? ക്യാഷ് ബുക്കിൽ റെസിപ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ, റെസിപ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ക്യാഷ് കിട്ടുന്ന ഐറ്റംസാണ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എഴുതുക അല്ലേ? അപ്പോൾ അതിൽ ഓരോ ഐറ്റവും നമ്മുടെ ബാലൻസിനെ കൂട്ടും. പേയ്മെൻറ്റുകളെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്ന എല്ലാ ഐറ്റവും ബാലൻസിനെ കുറയ്ക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഈ ഒരു ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതെന്ത് ചെയ്യും? ചെക്ക് എഴുതി കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നമ്മുടെ കണക്കിൽ അല്ലേ, ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ നമ്മളാണല്ലോ, അപ്പോൾ നമുക്കറിയാം ചെക്ക് കൊടുത്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ക്യാഷ് പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ക്യാഷ് ബുക്കിൽ ആ എൻട്രി വരുത്തും അല്ലേ? പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക, അതായത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് നമ്മൾ കുറക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെ വിചാരിക്കാം, ക്യാഷ് ബുക്കിൽ 50,000 രൂപ ബാലൻസ് ഉള്ള സമയത്താണ്, പാസ്ബുക്ക് രണ്ടും തുല്യമായിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, നമ്മുടെ ക്യാഷ് ബുക്കിലും 50,000 രൂപ ബാലൻസ് ഉണ്ട്, പാസ്ബുക്കിലും 50,000 രൂപ ബാലൻസ് ഉണ്ട്. ഈ സമയത്താണ് നമ്മളൊരു 10,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തതെന്ന് വിചാരിക്കുക, 10,000 രൂപയുടെ. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ അക്കൗണ്ടിനെ ബാധിക്കുക? 10,000 രൂപ ചെക്ക് എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ക്യാഷ് ബുക്കിൽ 10,000 രൂപ കുറക്കുന്നു, ബാങ്കിൻ്റെ കുളത്തിൽ 10,000 രൂപ കുറക്കുന്നു. പക്ഷെ പാസ്ബുക്കിൽ, അതായത് ബാങ്കിൻ്റെ കണക്കിൽ ഈ ക്യാഷ് ഈ എൻട്രി വരുന്നില്ല. കാരണം എന്താ? ഇറ്റ്സ് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. എന്താ പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ആ ചെക്ക് കിട്ടിയ ആൾ ബാങ്കിൽ പോയിട്ട് ക്യാഷ് മേടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ക്യാഷ് ബുക്കിൽ 10,000 രൂപ കുറച്ചും ചെയ്തു, പാസ്ബുക്കിൽ 10,000 കുറവ് വരുത്തിയിട്ടുമില്ല. അപ്പോൾ ഈ സമയത്ത് ഈ ബാലൻസ് എങ്ങനെയുണ്ടാവുക? നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം 40,000 രൂപ ബാലൻസേ കാണിക്കുകയുള്ളൂ, പാസ്ബുക്ക് പ്രകാരം 50,000 കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കണക്ക് കാണിച്ചത് ഇത് എങ്ങനെയാണിത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങൾ ചെയ്യാനുള്ള കണക്കല്ല, ആണോ? അല്ല. ഈ ഒരു വ്യത്യാസത്തിനുള്ള കാരണം ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ 10,000 രൂപയുടെ നടന്നപ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്കിൽ അത് കുറവ് വരുത്തി, അപ്പോൾ ബാലൻസ് 40,000 കുറഞ്ഞു, പാസ്ബുക്കിൽ ആ എൻട്രി വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് പാസ്ബുക്ക് ഇപ്പോഴും 50,000 രൂപയായിട്ട് നിൽക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു റീസണിൻ്റെ എഫക്റ്റ് എന്താണ്? നിങ്ങളുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു, പാസ്ബുക്ക് ബാലൻസ് കൂടിയും ഇരിക്കുകയാണ്. ഓക്കെ, വേറൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. ഈ റീസൺ, ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ക്യാഷ് ബുക്കിൽ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. എവിടെ രേഖപ്പെടുത്തുന്നില്ല? പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് നമ്മൾ നൽകുകയും പക്ഷെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളത് ക്യാഷ് ബുക്കിൽ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ, ക്യാഷ് ബുക്കിൽ മാത്രമേ കുറക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കും, പാസ്ബുക്ക് ബാലൻസ് കൂടിയും ഇരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ എടുക്കാം. അത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ആണ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. നിങ്ങൾ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാർ ക്യാഷിന് പകരം നിങ്ങൾക്ക് ചെക്ക് നൽകി എന്ന് കരുതാം. ഓക്കെ, ആ കിട്ടിയ ചെക്ക് നിങ്ങൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും, അല്ലേ? റെസിറ്റാണ്, കിട്ടിയതാണ്. നിങ്ങളെ ക്യാഷ് ബുക്കിൽ ബാലൻസ് കൂടിയതായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തും. പക്ഷേ പാസ്ബുക്കിൽ എപ്പോഴേ എൻട്രി വരുള്ളൂ? അത് കളക്ട് ചെയ്താൽ. കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചെക്ക് പ്രകാരമുള്ള ക്യാഷ് ബാങ്കിന് കിട്ടിയാൽ മാത്രമേ ബാങ്ക് നിങ്ങളെ പാസ്ബുക്കിൽ ചേർക്കുകയുള്ളൂ. ഓക്കെ, അതിന് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ സമയമെടുക്കും. ഫൈൻ. അപ്പോൾ ഈ എൻട്രി എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ബുക്കിൽ 50,000, പാസ്ബുക്കിൽ 50,000 തുല്യമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതൊരു 15,000 രൂപയുടെ ചെക്ക് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ക്യാഷ് ബുക്കിൽ നിങ്ങളുടെ കണക്കിൽ 15,000 രൂപ കൂട്ടി എഴുതി, റെസിപ്റ്റ് സൈഡിൽ എഴുതി. ദാറ്റ് മീൻസ് നിങ്ങളുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എത്രയായി മാറി? 65,000 ആയി മാറി. പാസ്ബുക്ക് ബാലൻസ് അപ്പോഴും 50,000 തന്നെയാണ്. കാരണം എന്താ? ഈ എൻട്രി പാസ്ബുക്കിൽ വന്നിട്ടില്ല. വരാത്തത് കൊണ്ടാണല്ലോ വ്യത്യാസം ഉണ്ടായത്, അല്ലേ? പാസ്ബുക്കിലും ഈ 15,000 രൂപ വന്നിരുന്നെങ്കിൽ വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് എന്നാണ് പറയുന്നത്. ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, അല്ലേ? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കൂടുന്നു. പക്ഷേ പാസ്ബുക്കിൽ ആ എൻട്രി വരാത്തതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് എൻട്രി വരുന്നില്ല, ബാലൻസ് അതുപോലെ നിലനിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു റീസൺ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞും ഇരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ രണ്ട് റീസൺസ്, ഈ രണ്ട് റീസൺസിനും വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ ചോദ്യത്തിലും ഈ രണ്ട് റീസൺ ഉണ്ടായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കഴിയുന്നതും നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ അങ്ങ് പഠിക്കുക. ഏതാണ് ആദ്യത്തേത്? ചെക്ക് ഇഷ്യൂഡ്, രണ്ടാമത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ്. ഇതിന് രണ്ടിനും വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ രണ്ട് ഇടപാടും നിങ്ങൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയും പക്ഷേ പാസ്ബുക്കിൽ രേഖപ്പെടുത്താതിരിക്കുന്നതും കൊണ്ടാണ് വ്യത്യാസമുണ്ടാകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള റീസൺസിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഈ രണ്ട് റീസൺസും നിങ്ങൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയും പാസ്ബുക്കിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയാണ്, അല്ലേ? ഇനി പറയുന്ന 5 റീസൺസും പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന റീസൺസാണ്. നമുക്കതിൽ ഓരോന്നായിട്ട് പോവാം. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഭാഗത്തു കൂടി പോകും. 5 റീസൺസും അങ്ങനെയാണ്. ഓക്കെ, മൂന്നാമത്തത് പറയാം. എന്താണ്? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറയാം. അത് പല പേരിലും പറയും. ഇൻസിഡൻ്റൽ ചാർജസ് അല്ലെങ്കിൽ കമ്മീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് കുറച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ആ പാസ്ബുക്കിൽ കുറച്ചത് നമ്മൾ ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അല്ലേ? ബാങ്ക് കുറച്ചു എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ മാത്രം രേഖപ്പെടുത്തി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് വ്യത്യാസം ഉണ്ടായി. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും 50,000 തന്നെയാണെന്ന് കരുതാം. ഈ സമയത്ത് ബാങ്ക് ചാർജസ് അത് ഡെബിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കുക? പാസ്ബുക്കിൽ മാത്രം കുറച്ചു, 250, 400 അങ്ങനെ ചെറിയ എമൗണ്ടാണ് ചാർജസ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ പാസ്ബുക്കിൽ 250 രൂപ കുറച്ചു, പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മളവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ബാലൻസ് ഇപ്പോൾ ഉണ്ടാവുക? ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ 250 കുറഞ്ഞ് ബാലൻസ് 49,750 രൂപയായി, പക്ഷേ ക്യാഷ് ബുക്കിൽ മാറ്റമൊന്നുമില്ല, അല്ലേ? സോ ഇങ്ങനൊരു ഇടപാട് നടക്കുമ്പോൾ, ഇങ്ങനൊരു വ്യത്യാസത്തിനുള്ള കാരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും
ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ റീസൺസിൻ്റെയും എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അത് പാസ്ബുക്കിൽ കുറച്ചിട്ടുണ്ടാവും. പക്ഷേ ക്യാഷ് ബുക്കിൽ കുറക്കാത്തതുകൊണ്ട് ക്യാഷ് ബുക്ക് കൂടിയിരിക്കും, പാസ്ബുക്ക് കുറഞ്ഞും ഇരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത റീസൺസിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്. കസ്റ്റമർ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നേരിട്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് നമ്മൾ ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തിയാൽ വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, വ്യത്യാസം എപ്പോഴേ ഉണ്ടാവുള്ളൂ. നേരിട്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് അതറിയും, ബാങ്ക് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി. പക്ഷേ നമ്മൾ ക്യാഷ് അറിയാത്തത് കൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അതെങ്ങനെയാണ് അക്കൗണ്ടിനെ ബാധിക്കുക എന്ന് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 50,000 ബാലൻസ് ഇരിക്കുന്ന സമയത്ത് നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതാം. അങ്ങനെ 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ മാത്രമേ എൻട്രി വരുള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടുക ചെയ്യുക അല്ലേ. പാസ്ബുക്കിലെ ബാലൻസ് 55,000 ആയിട്ടും ക്യാഷ് ബുക്കിൽ എൻട്രി വരാത്തതുകൊണ്ട് 50,000 ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടിയും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞും ഇരിക്കും. എപ്പോൾ കസ്റ്റമർ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്ബുക്കിൽ ബാലൻസ് കൂടിയിരിക്കും, ക്യാഷ് ബുക്കിൽ ബാലൻസ് കുറഞ്ഞിരിക്കും. എന്താ കാരണം? പാസ്ബുക്കിൽ മാത്രമേ ആ എൻട്രി വരുന്നുള്ളൂ, ആ ഇടപാട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ക്യാഷ് ബുക്കിൽ ആ ഇടപാട് രേഖപ്പെടുത്തിയിട്ട് ഇല്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത റീസണിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പലിശ അല്ലേ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലാഭവിഹിതം. അതായത് കസ്റ്റമർ, ബിസിനസ് സ്ഥാപനത്തിന് കിട്ടാനുള്ള തുകയാണ് ഇതൊക്കെ അല്ലേ. ചിലപ്പോൾ റെൻറ്റ് കിട്ടാനുണ്ടാവും. ഓക്കെ, ഇങ്ങനെ കിട്ടാനുള്ള തുക നമ്മൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് നമ്മൾ അക്കൗണ്ടിൽ വരവ് വെക്കുന്ന ഒരു പണി ബാങ്ക് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, ഇങ്ങനെ കിട്ടാനുള്ള തുക ബാങ്ക് കളക്ട് ചെയ്ത് നമ്മൾ അക്കൗണ്ടിൽ ചേർത്തു. നമ്മൾ അക്കൗണ്ടിൽ ചേർത്തു. നമ്മൾ ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തിയാൽ വ്യത്യാസമില്ല അല്ലേ. പക്ഷേ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് വരും? വ്യത്യാസം വരും. അപ്പോൾ ബാങ്ക് അത് കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതെങ്ങനെ ഉണ്ടാവുക? ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ആണ് അല്ലേ. 7,500 രൂപ കളക്ട് ചെയ്തു എന്ന് കരുതാം. 7,500 രൂപ ഇതെല്ലാം ഞാനൊരു ഇമാജിനറി ഫിഗർ ഇട്ടതാണ് അല്ലേ. ഓക്കെ, 7,500 രൂപ കളക്ട് ചെയ്ത് നമ്മൾ അക്കൗണ്ടിൽ വരവ് വെച്ചാൽ നമ്മളെ പാസ്ബുക്കിലെ ബാലൻസ് 57,500 രൂപയായിട്ട് കൂടും. പക്ഷേ ക്യാഷ് ബുക്കിൽ വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ അക്കൗണ്ടിൽ വരവ് വെച്ചാൽ പാസ്ബുക്ക് ബാലൻസ് കൂടിയും ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും ഇരിക്കും. ക്ലിയർ? ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ഡയറക്റ്റ് പേയ്മെൻറ്റ് അല്ലേ. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ നേരിട്ട് നമ്മൾ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ബൈ ദ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ചില പേയ്മെൻറ്റ്, പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ബാങ്ക് നേരിട്ട് കൊടുക്കുന്നതിനാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാനുള്ള ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ചാർജസ്, ഇൻ്റർനെറ്റ് ബില്ല്, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ബാങ്കിന് നിർദ്ദേശം കൊടുക്കാം, മാസം ആകുമ്പോൾ നിങ്ങൾ ആ തുക കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ഇങ്ങനെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, ബാങ്കിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമോ? ഇല്ല. കൊടുക്കുമ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുള്ളൂ? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടാണ് എടുത്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് ബാങ്ക് നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും രൂപ കുറക്കും. അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ കുറക്കും അല്ലേ. പക്ഷേ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ എപ്പോഴേ അറിയുള്ളൂ? പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണത് അക്കൗണ്ടിനെ ബാധിക്കുക എന്ന് നോക്കാം. ഓക്കെ, ഒരു 2,500 രൂപ ഇൻഷുറൻസ് കൊടുത്തു എന്ന് കരുതാം. നിങ്ങളോട് പറയാം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ദ ബാങ്ക് ഇൻഷുറൻസ് 2,500 രൂപ കൊടുത്തു. അപ്പോൾ പാസ്ബുക്കിൽ 2,500 രൂപ കുറച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് എത്രയേ കാണിക്കുള്ളൂ? 47,500. ആ എമൗണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് എപ്പോഴും എത്രയായിട്ട് കാണിക്കും? 50,000 രൂപയായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും ഇരിക്കും, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞും ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ റീസൺ, അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിരിക്കുമെന്നും പാസ്ബുക്കിൽ അത് കുറച്ചിട്ടില്ല അപ്പോൾ കൂടിയിരിക്കുമെന്നും നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫിഗറൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് ചെയ്യാനുള്ളതാണോ? ഇല്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാഷ് ബുക്ക് ബാലൻസും എങ്ങനെയാണ് പാസ്ബുക്ക് ബാലൻസും കൂടിയും കുറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എടുക്കാം.
അടുത്തത് ചെക്ക് ഡെപ്പോസിറ്റ് ഓർ ബിൽ ഡിസ്കൗണ്ടഡ് ഡിസോണർ. ഡിസോണർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ചെക്ക് മടങ്ങുക, ബൗൺസ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ചെക്ക് അല്ലെങ്കിൽ ബില്ല്, ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എത്ര രൂപയുടെ ചെക്കാണോ അല്ലെങ്കിൽ എത്ര രൂപയുടെ ബില്ലാണോ ഡിസോണർ ആയത്, മടങ്ങിയിട്ടുള്ളത്, ആ അത്രയും തുക നമ്മൾ അക്കൗണ്ടിൽ നിന്ന്, പാസ്ബുക്കിൽ നിന്ന് ബാങ്ക് കുറക്കും. ആ എൻട്രി പക്ഷേ എവിടെ വന്നിട്ടുണ്ടാവില്ല? ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡിസോണറായി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് ബാങ്ക് അത്രയും തുക കുറച്ചിട്ടുണ്ടാവും. എവിടെ നിന്ന് കുറച്ചിട്ടുണ്ടാവും? പാസ്ബുക്കിൽ നിന്ന്. പക്ഷേ എവിടെ വന്നിട്ടില്ല? ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? ഉദാഹരണമായിട്ട് 10,000 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത, ചെക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ മൈനസ് ചിഹ്നം ഇടാൻ ഞാൻ മറന്നിട്ടുണ്ട്. ഇത് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? ഓക്കെ, എങ്കിലും നെറ്റ് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് 10,000 രൂപ കുറക്കും. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് 40,000 കുറഞ്ഞിരിക്കും. പക്ഷേ ക്യാഷ് ബുക്കിൽ ആ എൻട്രി വരാത്തത് കൊണ്ട് തന്നെ 50,000 രൂപ തന്നെ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റീസണിൽ മനസ്സിലാക്കി വെക്കേണ്ട, മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട കാര്യം എന്താണ്? ചെക്കുകളോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടായ ബില്ലുകളോ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ പാസ്ബുക്കിൽ ബാങ്ക് അത്രയും എമൗണ്ട് കുറച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എവിടെ കുറച്ചിട്ടുണ്ടാവില്ല? ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 റീസൺസ് പറഞ്ഞു അല്ലേ? ആദ്യത്തെ 2 റീസൺ കഴിഞ്ഞ് പിന്നീടുള്ള 5 റീസൺസ് പറഞ്ഞു. ഈ 5 റീസൺസും എവിടെ മാത്രമേ എൻട്രി വരുത്തുന്നുള്ളൂ? പാസ്ബുക്കിൽ. ബാങ്ക് മാത്രമേ എൻട്രി വരുത്തുന്നുള്ളൂ. ക്യാഷ് ബുക്കിൽ നമ്മൾ എൻട്രി വരുത്താത്തത് കൊണ്ടാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അവസാനത്തെ റീസൺ, 8ാമത്തെ റീസൺ എന്ന് പറയുന്നത് എറേഴ്സാണ്. എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? തെറ്റുകളാണ് അല്ലേ? അത് ബാങ്കിന് സംഭവിക്കാം. ബാങ്കിന് സംഭവിക്കുന്നത് പാസ്ബുക്കിലായിരിക്കും. നമ്മൾക്ക് സംഭവിക്കുന്ന എവിടെയായിരിക്കും? ക്യാഷ് ബുക്കിലായിരിക്കും. അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ബാങ്കിന് സംഭവിക്കുകയാണെങ്കിൽ പാസ്ബുക്കിലായിരിക്കും അത് തെറ്റുണ്ടാവുക. നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ക്യാഷ് ബുക്കിലായിരിക്കും സംഭവിക്കേണ്ടാവുക അല്ലേ? ഓക്കെ, ഡിപ്പെൻസ് ഓഫ് ടൈപ്പ് ഓഫ് എറേഴ്സ്. അത് ഏത് തരത്തിലുള്ള എറർ എന്നതിനനുസരിച്ച് എവിടെയാണ് കൂടുക എവിടെയാണ് കുറയുക എന്നൊക്കെ നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5,000 രൂപ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് 5,000-ന് പകരം നമ്മൾ 500 എന്ന് എഴുതിയാലോ? അതൊരു തെറ്റാണ് അല്ലേ? നമ്മൾ വരുത്തിയൊരു തെറ്റാണ്. ഓക്കെ, അപ്പോൾ 5,000 രൂപ ഉണ്ടാകുന്നതിന് പകരം എത്ര ഉണ്ടാവുള്ളൂ? 500 ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് 4,500 രൂപ കുറഞ്ഞിരിക്കും. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ അത്തരത്തിലുള്ള റീസൺസ് വളരെ അപൂർവമായിട്ടേ നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എറേഴ്സ് എന്ന് പറയുന്നതും വേറൊരു റീസണാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇതുവരെ 8 റീസൺസ് നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ 7 റീസൺസ് വളരെ പ്രധാനപ്പെട്ടത്. അത് എന്താണെന്നും അത് ക്യാഷ് ബുക്കിനെ എങ്ങനെ ബാധിക്കുന്നു, പാസ്ബുക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വിത്തിൻ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു ചാർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് വെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഡിക്രീസ് കൂടുന്നു അല്ലെങ്കിൽ ഡിക്രീസ് കുറയുന്നു, ഇൻക്രീസ് കൂടുന്നു എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ചിലത് റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ 2നും ക്യാഷ് ബുക്കിൽ ഞാൻ ഡിക്രീസിനും ഇൻക്രീസിനും ഞാൻ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്? അത് ക്യാഷ് ബുക്കിൽ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടാകുന്നത് അല്ലേ? പിന്നീടുള്ള 5 റീസൺസും ഞാൻ പാസ്ബുക്കിൽ റെഡ് മാർക്ക് കൊടുത്തു. അത് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? ആ എൻട്രി പാസ്ബുക്കിൽ മാത്രമേ വരുത്തുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഫൈൻ. അത് ഞാൻ വളരെ പെട്ടെന്ന് ഒന്നുകൂടി നമുക്ക് പറയാം. ആദ്യം പറഞ്ഞാൽ എന്താണ്? ചെക്ക് ഇഷ്യൂഡ് ആണ് അല്ലേ? ചെക്ക് നൽകിയപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ക്യാഷ് ബുക്കിൽ എങ്ങനെ രേഖപ്പെടുന്നു? ക്യാഷ് ബുക്കിൽ കുറക്കുന്നു അല്ലേ? അപ്പോൾ ക്യാഷ് ബുക്ക് കുറയുമ്പോൾ പാസ്ബുക്ക് എന്തായി കാണിക്കുന്നു? കൂടി കാണിക്കുന്നു. ശരിയല്ലേ? രണ്ടാമത് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താണ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? ബാലൻസ് കൂടുകയാണ്. എവിടെ മാത്രമേ കൂടുന്നുള്ളൂ? ക്യാഷ് ബുക്കിൽ മാത്രം കൂടുന്നു അല്ലേ? ക്യാഷ് ബുക്കിൽ കൂടുമ്പോൾ പാസ്ബുക്ക് ഓട്ടോമാറ്റിക് എന്തായിരുന്നു? ഡിക്രീസ് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, പിന്നീട് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് ചാർജുകൾ കുറച്ചതാണ്. ആരാ കുറച്ചത്? ബാങ്ക് മാത്രം. അതായത് പാസ്ബുക്കിൽ മാത്രം കുറച്ചു. പാസ്ബുക്കിൽ കുറച്ചപ്പോൾ പാസ്ബുക്ക് കുറഞ്ഞിരിക്കും. ഓട്ടോമാറ്റിക് ക്യാഷ് ബുക്ക് എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ആയിരിക്കും അല്ലേ? ദെൻ അടുത്തത് എമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ ഇൻ ദ ബാങ്ക്. കസ്റ്റമർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അത് പാസ്ബുക്കിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പാസ്ബുക്കിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടി അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്താണ്. പാസ്ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ട് അല്ലേ? പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് എന്തായിരിക്കും? കുറഞ്ഞിരിക്കും
ഇതിനടുത്തത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കളക്ട് ചെയ്ത് നമ്മൾ അക്കൗണ്ടിൽ വരവ് ചേർത്തു, പാസ്ബുക്കിൽ മാത്രം വരവ് ചേർത്തു അല്ലേ. ആ പാസ്ബുക്ക് ബാലൻസ് കൂടി, അതായത് ക്യാഷ് ബാലൻസ് കുറഞ്ഞിരിക്കും, ഡിക്രീസ് ചെയ്തിരിക്കും. ഓക്കെ. ആറാമത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ്, നേരിട്ടുള്ള പേയ്മെൻറ്റ് നടത്തി അല്ലേ. ബാങ്ക് നമ്മുടെ ഇൻഷുറൻസ് അതെല്ലാം നമുക്ക് വേണ്ടി പേയ്മെൻറ്റ് നടത്തി, അതായത് നമ്മുടെ പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കുറച്ചു. ദാറ്റ് മീൻസ് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ത് ചെയ്തിരിക്കും? കൂടിയിട്ട് ഇരിക്കും. ലാസ്റ്റ് വൺ ചെക്ക് അല്ലെങ്കിൽ ബില്ല് ഡിസോണർ ആണ്. ഡിസോണർ ആകുമ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ അത്രയും തുക കുറച്ചിരിക്കും. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും ഇരിക്കും. ഓക്കെ. ഇതിന് അവസാനം പറഞ്ഞത് എന്താണ്? എറേഴ്സാണ്. എറേഴ്സിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഏത് തരത്തിലുള്ള എററാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നത് വളരെ എളുപ്പമാണ്. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ക്ലാസ് കൂടി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നതാണ്. ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഉടൻ മനസ്സിലാക്കാം. ഓക്കെ. And I think it's high time to say goodbye. Have a nice day. Thank you.